ما توفيقي إلا بالله عليه توكلت وإليه أنيب. മഹാനായ ശൈഖുനായുടെ പേരിൽ എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കുന്നത് പോലെ ശവ്വാൽ 4 ശൈഖുനായുടെ വഫാത്തിൻ്റെ സമയത്ത് തന്നെ അവിടുത്തെ തിരുമുറ്റത്ത് കൊടിയുയർത്തി വലിയ പ്രഗത്ഭരായ സാദാത്യങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാരും അവരെയൊക്കെ മഹബത്ത് വെക്കുന്ന മുഹിബീങ്ങളുമായ നമ്മളുടെ ഈ ഒത്തൊരുമിക്കൽ ശൈഖുനായുടെ കൂടെ തന്നെ സ്വർഗ്ഗലോകത്ത് പുന്നാരൻ നബിയുടെ ഹളറത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. നമ്മളിൽ കടന്നുകൂടിയ എല്ലാ കറകളെയും ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നീക്കിത്തരട്ടെ. കണ്ണുകൊണ്ട് നിഷിദ്ധമായ കാണലിലൂടെ കറ കടന്നു വന്നിട്ടുണ്ട്. കാതിലൂടെ നിഷിദ്ധമായ കേൾവിയിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ കറുത്ത കറ വന്ന് കൂടിയിട്ടുണ്ട്. ഇത് മുത്തനബി നമ്മളെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെ നമ്മുടെ വിഭിന്നമായ അവയവങ്ങളിലൂടെയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, മുത്തനബി പൊരുത്തപ്പെടാത്ത, ശൈഖുനായെ പോലത്തെ മഹാന്മാർ ഇഷ്ടപ്പെടാത്ത ധാരാളം കദൂറാത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് മുഴുവനും മായ്ഞ്ഞു കിട്ടാനും അതിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെട്ടവരായി ഇവിടുന്ന് തിരിച്ചു പോകാനും ശൈഖുനായുടെ മദദ് അള്ളാഹു കാരണമാക്കി തരട്ടെ. ഖൂമു മഗ്ഫൂറല്ലക്കും ഖദ് ബുദ്ദിലത്ത് സയ്യിആത്തിക്കും ഹസനാത്ത് എന്ന് മഹാനായ ഗസാലി ഇമാം തങ്ങൾ ഉണർത്തിയത്. ഇങ്ങനെ നല്ലവരായ ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ, സയ്യിദന്മാരായ മഹാന്മാർ, നല്ല പാതിരാവിൽ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന ഇത്തരം മജ്ലിസിൽ ഏതെല്ലാം തരത്തിൽ ആളുകൾ വന്നുകൂടിയിട്ടുണ്ടോ അവരെ ബർക്കത്തുണ്ട്. എല്ലാ അഴുക്കുകളിൽ നിന്നും ഈ സദസ്സിൽ വന്നുകൂടിയ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ശുദ്ധിയാക്കി എന്നിട്ട് ഖൂമു മഗ്ഫൂറല്ലക്കും, ഈ ശുദ്ധിയോടുകൂടി നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കോളൂ. ഖദ് ബുദ്ദിലത്ത് സയ്യിആത്തിക്കും ഹസനാത്ത്, നിങ്ങളുടെ ആ കളങ്കള എല്ലാം അങ്ങോട്ട് നീക്കിയിട്ട് നിങ്ങളെ ഹൃദയത്തിൽ നിലനിൽക്കേണ്ടതായ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട, മുത്തനബി സന്തോഷിക്കുന്ന, മഹാന്മാർ ഇഷ്ടപ്പെടുന്ന ഔസാഫുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഹൃദയമായി നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് ഈ സദസ്സിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മലക്കുകൾ ഉണർത്തുമെന്നാണ് ഗസാലി ഇമാം തങ്ങൾ ഉണർത്തിയത്. ആ സദസ്സിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ആ പറഞ്ഞ സദസ്സിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഇവിടെ ഈ നേർച്ച നടക്കണമെങ്കിൽ ചില്ലറ അധ്വാനങ്ങളല്ല, കുറേ ആളുകൾ ദിവസങ്ങളോളായി ഇവിടെ ചെയ്യുന്നു. അവർക്കൊക്കെയും ലക്ഷ്യം ഇങ്ങനെ ഒന്ന് ശുദ്ധിയായി കിട്ടലാണ്. അതുകൊണ്ട് ഇവിടെ അരി കഴുകാനോ മാംസം കട്ട് ചെയ്യാനോ മാംസം കഴുകാനും പച്ചക്കറി കട്ട് ചെയ്യാനും ഇതുപോലത്തെ ഈ നേർച്ചയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനിച്ച മുഴുവൻ ആളുകൾക്കും ഈ രൂപത്തിൽ വിജയിച്ച് ശൈഖുന ഇഷ്ടപ്പെടുന്ന, ശൈഖുനയുടെ പൊരുത്തം കിട്ടിയ, ശൈഖുനയുടെ തർബിയത്തും തർലിയത്തും നിലനിൽക്കുന്ന ഒരു ഭാഗ്യവാനായി ഇവിടുന്ന് തിരിച്ചു പോകാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ വലിയ ഉസ്താദന്മാരൊക്കെയും ഈ സദസ്സിലുള്ളത് കൊണ്ട് ഒരു നീണ്ട പ്രസംഗത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാന്മാരായ ബഹുമാനപ്പെട്ട ബൈലത്തൂർ പാപ്പയും മഹാനായ ശൈഖുനയും അതിൻ്റെ ഇടയിൽ നമ്മോട് ഇടയ്ക്കിടയ്ക്ക് അബൂബക്കർ സഖാഫിയും ഇവരെല്ലാം പറയുന്നതിൻ്റെ ഒരു പോയിൻ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഒരു പോയിന്റിന് മഹാനവകൾ തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഉണർത്തുകയാണ്. കൊടുവള്ളി ഭാഗത്ത് അന്ന് ശൈഖുന എല്ലാ സദസ്സിലും പോകുന്നൊരു കാലമാണ്. നിർബന്ധിച്ചാൽ ശൈഖുന അവിടെ ഒന്ന് പോകും.
വയലുണ്ടായാൽ ആ വയലിൻ്റെ സമാപനത്തിന് ഷെയ്ഖുന ആ സദസ്സിൽ വരും. ഷെയ്ഖുനയുടെ ഒരു ദുആയും പഴയ കാലത്ത് മടവൂരിൽ ദർസ് നടത്തപ്പോഴൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖുനാക്ക് ഒഴിവുള്ള ദിവസം നോക്കി പരിപാടി വെക്കും. കൊടുവള്ളി ഭാഗത്ത് മഹാനായ താജുൽ ഉലമ ഷെയ്ഖ് അവറുകളെ വയലിന് വിളിച്ച് അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായും മഹാനായ ഖുതുബുൽ ആലമിനെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സദസ്സിൻ്റെ അവസാനം തങ്ങളുള്ള സദസ്സിലേക്ക് ക്ഷണിച്ചു. മഹാനായ ഷെയ്ഖുന പോകാമെന്ന് ഏറ്റു. പക്ഷേ അന്ന് ഷെയ്ഖുനയുടെ ശൈലി റമദാനിലൊക്കെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചു പോതും. ചില വീടുകളിൽ കയറി നല്ല കോഴി മാംസവും നെയ്ച്ചോറും വേണമെന്ന് പറയും. എൻ്റെ പുരയിൽ അന്നങ്ങനെ കയറിയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് നല്ല നെയ്ച്ചോറും നല്ല കോഴി വേവിച്ചതും കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു സമയമാണ് അത്. യഥാർത്ഥത്തിൽ ഖവാസുൽ ഖവാസിൻ്റെ നോമ്പ്, അത് ആ ഖവാസുൽ ഖവാസിൻ്റെ നോമ്പായി കിട്ടാൻ കുറച്ച് പണിയുണ്ട്. രാവിലെ മുതൽ 6 മണി വരെ, സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള ടൈമിൽ ഒരു ചിന്തയും അള്ളാഹുവിനെ പറ്റി അല്ലാതെ ലോകത്തുള്ള ഒരു വിഷയത്തിനെ സംബന്ധിച്ചും ഹൃദയത്തിലേക്ക് കടന്നു വരാത്ത നോമ്പാണ് ഖവാസുൽ ഖവാസിൻ്റെ നോമ്പ് എന്നാണ് ഗസാലിമാം പഠിപ്പിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു നോമ്പ് പരിചയപ്പെടാൻ കുറച്ച് പണിയുണ്ടാവും. പലപ്പോഴും നോമ്പ് മുറിഞ്ഞു പോകും. അതായത് നമുക്ക് ചായ കുടിച്ചാലാ നോമ്പ് മുറിഞ്ഞോള്, അല്ലെങ്കിൽ അതുപോലത്തെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താലാണെങ്കിൽ അന്ന് ഷെയ്ഖുനായുടെ നോമ്പ് ഇങ്ങനെ ഈ ടൈമിൽ, ഏതെങ്കിലും ഒരു ടൈമിൽ അല്ലാഹു അല്ലാത്ത ഒരു ചിന്ത ഹൃദയത്തിൽ കടന്നു വന്നാൽ നോമ്പ് മുറിഞ്ഞു. ആ സമയമാണത്. അപ്പം അതുകൊണ്ട് ആ നിലക്കായിരിക്കാം അന്ന് പകലൊക്കെ നോമ്പ് ഇല്ലാത്ത രൂപത്തിൽ ഭക്ഷണം കഴിക്കുകയും ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്നാണ് ഈ പരിപാടി നടക്കുന്നത്. ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ നന്നായി പ്രസംഗിച്ച്, അങ്ങനെ പ്രസംഗിക്കുന്നേരം ഷെയ്ഖുന സ്റ്റേജിലിരുന്ന്, ഷെയ്ഖുന സ്റ്റേജിലിരിക്കുന്നുണ്ട് അവസാനത്തെ ദുആക്ക് വേണ്ടി. അപ്പോൾ ഷെയ്ഖുനയും താജുൽ ഉലമയും അത്ര അടുത്ത ബന്ധമായിട്ടില്ല ആ കാലത്ത്. ഇത് നേരത്തെയുള്ളൊരു സംഭവമാണ്. അങ്ങനെ ആ പ്രസംഗത്തിൽ മഹാനായ താജുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറകൾ നന്നായി സംസാരിച്ചു. ഇസ്ലാമിൽ വിരുദ്ധമായ ഏത് കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെപ്പറ്റി വിമർശിച്ചുകൊണ്ട്, നോമ്പുകാലത്ത് തെറ്റായ കാര്യം ചെയ്താൽ ആ നോമ്പിന് ഒരു പ്രയാസം വരുത്തുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസംഗിച്ചു. പിന്നീട് അവസാനം മഹാനായ ഷെയ്ഖുനായുടെ സമയമായി. ഷെയ്ഖുന പ്രാർത്ഥന നടത്തേണ്ടതാണ്. ഷെയ്ഖുന എഴുന്നേറ്റ് നിന്ന് അല്പം നേരം, ഇതാണ് പണ്ഡിതൻ, ഇതാണ് പണ്ഡിതൻ. ഒരു പണ്ഡിതന്റെ ബാധ്യത ഇതാണ്. ദീനിൽ വിരുദ്ധമായ, ഇസ്ലാമിൻ്റെ ആ നിഷിദ്ധമായ, ഇസ്ലാമിൽ നിഷിദ്ധമായ ഏത് കാര്യങ്ങളും ആര് പറഞ്ഞാലും ആര് ചെയ്താലും അത് തുറന്നു പറയാ എന്നതാണ് ഒരു പണ്ഡിതന്റെ ബാധ്യത. ഇതാണ് പ്രസംഗം, ഇതാണ് വഅള് എന്നിങ്ങനെ ഈ പ്രസംഗത്തെ സംബന്ധിച്ച് കുറേ മദ്ഹ് ചെയ്ത് പിന്നീട് പ്രാർത്ഥിച്ച് അവസാനിച്ചു. അപ്പോൾ ഇതുവരെ കേട്ട പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ പ്രസംഗത്തിലൊക്കെ ഇന്ന് നമ്മൾ കേൾക്കുന്ന കുറേ ആളുകളുടെ വിവരക്കേടുകൾ ഷെയ്ഖുനായ ഉയർത്താണ്. അത് എത്രത്തോളാണ് എന്ന് പരിധിയില്ലാതെ ഉയർത്തിക്കൊണ്ട് ശറഈന് യോജിക്കാത്ത പലരും പറഞ്ഞു പറ്റിക്കുന്നത് അത് ഇവിടെ മഹാന്മാരായ ഉസ്താദന്മാർ ഉണർത്തിയതാണ്. ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരോടുള്ള ആദരവ് പരിധിയില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ ശറഈന് വിരുദ്ധമായ രൂപത്തിൽ ശറഅ് അംഗീകരിക്കാത്ത ഒന്ന്
പ്രചരിപ്പിക്കാനോ അതിന് പ്രോത്സാഹനം നൽകാനോ ഒരൊറ്റ മനുഷ്യനും തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് ആഖിറം രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇതാണ് അന്ന് ശൈഖുനയുടെ പ്രസംഗം. അത് തന്നെയായിരുന്നു ഇതുവരെയും ഇവിടുത്തെ ഓരോ പ്രസംഗത്തിലൂടെയും മുഴച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുന കാണിച്ചു തന്ന, ശൈഖുന നടത്തി കാണിച്ചു തന്ന ആ സുന്നത്തിയമായത്തിൻ്റെ യഥാർത്ഥ വിശ്വാസങ്ങളും ആചാരങ്ങളും അതേപോലെ തനതായ രൂപത്തിൽ ആലിമീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നേതാക്കന്മാരെ ആദരിച്ചുകൊണ്ട് അതിൻ്റേതായ വഴിയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, ഇവിടെ ഇപ്പോൾ ഒരു അൽഹംദുലില്ലാ ഒരു ദർസ് നടക്കുന്നുണ്ട്. മഹാനായ സി ഉസ്താദ് കയറിയെന്ന് അൽഹംദുലില്ലാ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. സി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഇവിടെ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മളെ ഈ പ്രദേശത്തൊക്കെ സി ഉസ്താദിൻ്റെ ഉപ്പ വന്നാൽ അന്ന് ഒരു കുറേ നേരമുള്ളൊരു പ്രസംഗം ഉണ്ടാവും. അവസാനം അവിടുത്തെ ആ മഹല്ലത്തിന് ആവശ്യമായ സാമ്പത്തിക ഗുഡ്സുകൾ നീങ്ങുന്ന രൂപത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ച് എന്നിട്ട് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കി കൊടുക്കും. അല്ലാഹു തആല ആ നിലക്ക് ദീനിന് വേണ്ടി മുഴുവൻ സമയവും ചിലവാക്കിയ ശൈഖുനയുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ.